ഒരൊറ്റ കാര്യം ഓർത്ത് വന്നതാ. പക്ഷെ ഇപ്പം മനസ്സിലായി, ഇങ്ങനൊരു വരവ് വരേണ്ടിയിരുന്നില്ലെന്ന്. ഓ, ഈ വന്നതിന്റെയും ഇപ്പൊ ഈ പറഞ്ഞതിന്റെയും ഉള്ളറകൾ ചികഞ്ഞാ കിട്ടുന്നത് രണ്ട് കാര്യങ്ങളാ. ഒന്ന്, വീട് വിട്ടിറങ്ങിപ്പോയ ഇവളെ തിരിച്ച് ഈ വീടിനകത്തേക്ക് കയറ്റണം. പിന്നെ നാട്ടുകാർക്ക് മുന്നിൽ ഞങ്ങളെ സഹായിച്ചില്ല എന്നൊരു പേരുദോഷം ഉണ്ടാവരുത്, അല്ലേ? ശാരദാമ്മ ഒന്നും മനസ്സിലാക്കണം. സ്ത്രീധനം പോലും വാങ്ങിക്കാതെയാ നിങ്ങളുടെ ഇളയ മകളെ ഞാൻ മരുമകളാക്കി ഈ വീട്ടിലേക്ക് കയറ്റിയത്. എന്നിട്ട് എന്താ ഉണ്ടായത്? ഇവളെ കെട്ടിയ അവനും ഇവളും എന്നെ തിരിഞ്ഞു കൊത്തി. എന്തായാലും ഇവളെ ഇതിനകത്ത് കയറ്റാൻ വേണ്ടിയല്ലേ ഈ ഒരു സഹായഹസ്തവും നീട്ടിക്കൊണ്ട് ശാരദാമ്മ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഈ മോളോട് ചോദിച്ചോ അവളിവിടെ മര്യാദയ്ക്ക് നിന്നു പോവുമെന്ന്? അവളിവിടെ മര്യാദയ്ക്ക് നിന്നു പോവെങ്കിൽ മാത്രം ഇവിടെ നിർത്തിയാ മതി. പാതിരാത്രി കിടന്ന് ഓടാനും ചാടാനും ഇവിടെ ആളുമില്ല, അയൽക്കാരുമില്ല. അല്ലെങ്കിൽ തന്നെ ഒരു ഞാനിമ്മ കളി പോലെയാ ഇവിടുത്തെ ഓരോ ദിവസം കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോകുന്നത്. അതിന്റെ ഇടയില മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഇങ്ങനെ ഓരോ കാര്യങ്ങള്. ശാരദാമ്മയ്ക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ പോ. ഇതെന്താ ഭാമ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ശാരദാമ്മ വന്നതിന് മറ്റൊരർത്ഥം നീ കണ്ടതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നേ. രാഘവേട്ട ഇപ്പോഴും ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ? ഭാമയും ഞാൻ പറഞ്ഞു വരുന്നത്. രാഘവേട്ട, ഞാനിതൊക്കെ പ്രതീക്ഷ തന്നെ ഇങ്ങോട്ട് വന്നത്. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ആരും ഇല്ല എന്നുള്ളൊരു തോന്നലൊന്നും ഉണ്ടാവണ്ട. എന്താവശ്യമുണ്ടെങ്കിലും എപ്പോ വേണമെങ്കിലും കുടുംബശ്രീ വീട്ടിലേക്ക് കയറി വരാം. അവിടെ നിങ്ങളെ ആരും തടയില്ല, ഇറങ്ങിപ്പോകാനും പറയില്ല. ആ, പിന്നെ ഇവളെ ഇങ്ങോട്ടേക്കാ കെട്ടിച്ചു വിട്ടത്. ഇവള് നിൽക്കേണ്ടത് ഇവിടെ തന്നെയാ. രോഹിത് വന്നാലും ഇവിടെയല്ലേ വരൂ. അതുകൊണ്ട് ഇവളിവിടെ തന്നെ നിൽക്കട്ടെ. നമ്മുടെ വീടിന്റെ അത്രയും തന്നെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇഷ്ടക്കുറവൊന്നുമില്ല. സൗകര്യങ്ങൾ മാത്രമല്ല, നല്ല പോസിറ്റീവ് എനർജിയും കൂടെ ഉണ്ട്. ആശാനെ, ചിലപ്പോ ഇവിടെ നിന്നായിരിക്കും നമ്മളെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുന്നത്. വീട് നന്നായ മൊത്തത്തിലെല്ലാം നന്നായെന്നല്ലേ പറയുന്നേ? അതൊക്കെ ഓക്കെ. അല്ല, ഇതിന്റെ ഈ വാടകയും ഡിമാൻഡൊക്കെ എങ്ങനെ സംസാരിക്കുക? അതിനാരെങ്കിലും വരുമോ? അത് വീട് കണ്ടു കഴിഞ്ഞ ശേഷം സംസാരിക്കാന്ന ഓണർ പറഞ്ഞേ. അല്ലപ്പോ പുള്ളിക്കാരി ഇങ്ങോട്ട് വരുമോ? ആ, വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ, ദേ ഹൗസ് ഓണർ എത്തി. ആർക്കു വേണ്ടിയാ വീട് നോക്കുന്നത്? സർ, ഇതാ ഞാൻ പറഞ്ഞ ആള്. പേര് വിഷ്ണു. ഓ, വിഷ്ണുവിന് എന്താ ജോലി? ജോലി എന്താ ജോലിയില്ലേ? ജോലിയുണ്ട്. ചിട്ടിപ്പിരിവാ. ഓ, ആ, ചിട്ടിയുടെ പരിപാടിയാ. എന്റെ ഈ വീടിന്റെ വാടക താങ്ങിക്കൊണ്ടുപോകാൻ പറ്റുന്ന ആളാണെങ്കിലേ ബാക്കി കാര്യങ്ങൾ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. മാരിയടാണോ? ആ, മാസം എന്ത് വരുമാനം കിട്ടും? കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും. ഇതെന്തിനാണെന്നറിയാം ഇങ്ങനെ ചോദിക്കുന്നത്? ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുന്ന ആളാണെങ്കിലല്ലേ വീട് കൊടുത്തിട്ട് കാര്യമുള്ളൂ. ഈ വീടിന്റെ വാടക തന്നെ ഒരു മാസം 40,000 രൂപ വരും. 5 മാസത്തെ വാടകയെങ്കിലും അഡ്വാൻസ് ആയി കിട്ടണം. അത് തന്നെ 2 ലക്ഷം രൂപ വരും. എന്റെ നോട്ടത്തിൽ ഇതൊന്നും തന്ന് വീടെടുക്കാനുള്ള വാങ്ങൊന്നും നിങ്ങൾക്ക് കാണുന്നില്ല. പിന്നെ അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ളവർക്കേ ഞാൻ വീട് കൊടുക്കാറുള്ളൂ.
എന്നാ പിന്നെ നമുക്ക് പോകാൻ കമല. ഇത് നമ്മുടെ ഒതുങ്ങത്തില്ലെന്നാ സാറ് പറയണേ. അല്ല, ഞാനത് നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. ഈ ചിട്ടിപ്പിരിവിനൊക്കെ നടക്കുന്നവർക്ക് എങ്ങനെ പോയാലും മാസം ഒരു 10-20,000 രൂപയെ കിട്ടത്തുള്ളൂ. അതിൽ നിന്ന് 40,000 രൂപ എങ്ങനെ തരാനാ? പിന്നെ ഞാൻ ചോദിക്കുന്ന അഡ്വാൻസ് തുകയായ 2 ലക്ഷം രൂപ നിങ്ങൾ എത്ര വർഷം പണി ചെയ്താൽ ഉണ്ടാവും? നിങ്ങൾക്ക് പറ്റിയത് വല്ല 5,000-ഓ 6,000-ഓ ഉള്ള ഒറ്റ മുറിയുള്ളതോ 2 മുറിയുള്ളതോ ആയ വീടാ. അതാകുമ്പോൾ നിങ്ങളുടെയൊക്കെ കൊക്കിലൊതുങ്ങും. അത് ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു അല്ലേ? കാറിന് മുന്നിലെ നെയിം ബോർഡ് കണ്ടില്ലേ? അല്ല, അതെന്താ ഇവിടെ? വിഷ്ണുവാശന്റെ ഭാര്യയല്ലേ? വീടിന്റെ കാര്യം അറിയാൻ വേണ്ടി വന്നതാ. ഓ, അപ്പൊ കളക്ടർക്കാണ് വീട് നോക്കുന്നത്. എന്നോടെന്താ പറയാഞ്ഞേ? അതിന് വിഷ്ണുവാശന്റെ ഭാര്യയുടെ ജോലി എന്തെന്ന് സാറ് ചോദിച്ചിരുന്നോ? അതല്ലേ പറയാത്തെ? കമല, ഞാൻ പറഞ്ഞ എല്ലാം മറന്നേക്ക്. 1-2 കാര്യങ്ങൾക്കായി കളക്ടറെ കാണാൻ പോകേണ്ടതായിരുന്നു. ഒന്ന് പരിചയപ്പെടുത്തണേ. അപ്പൊ വീടിന്റെ കാര്യം? അതൊക്കെ എടുത്തേ. സോറി മാഡം, ഇതാ ഹൗസ് ഓണർ. മാഡം, ഞാൻ ശ്രീധരൻ. ഇതുപോലുള്ള 3-4 വീട് വാടകയ്ക്ക് കൊടുത്ത് ജീവിക്കുന്ന ഒരാളാ. വീട് ഇഷ്ടപ്പെട്ടോ?